ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്ന ആവശ്യമുന്നയിച്ച് മിൽമ ജീവനക്കാർ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്കിലേക്ക് 24-ന് രാത്രി 12 മണി മുതൽ അനിശ്ചിതകാല സമരമാണ് നടത്തുന്നത്. മിൽമ ജീവനക്കാർ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്കിലേക്ക് കടക്കുകയാണ്. 24-ാം തീയതി രാത്രി 12 മണി മുതൽ അനിശ്ചിതകാല സമരമാണ് നടത്തുന്നത്. ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്ന് ആവശ്യമുന്നയിച്ചാണ് സമരമെന്ന് യൂണിയൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 13 മാസങ്ങൾക്ക് മുമ്പ് എല്ലാ സംഘടനകളും നിരവധി ചർച്ചകളും ഭേദഗതികളും ഒക്കെ വന്നാണല്ലോ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU സൈൻ ചെയ്യുന്നത്. മാനേജ്മെൻറ്റും യൂണിയനുകളും കൂടി യോജിച്ച് ഒപ്പിട്ട മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അത് 13 മാസക്കാലമായി അനുവദിച്ച് നടപ്പാക്കുന്നതിന് മാനേജ്മെൻറ്റ് തയ്യാറായിട്ടില്ല. ഇക്കാലം അത്രയും പലവട്ടം ചർച്ചകൾ നടന്നു, പല പ്രക്ഷോഭങ്ങൾ നടന്നു, പലവട്ടം സമരത്തിന് നോട്ടീസ് കൊടുത്തു. ആ സമര നോട്ടീസുകളുടെയൊക്കെ വെളിച്ചത്തിൽ ചർച്ചകൾ വരുന്നു, ചർച്ചകളിൽ വാക്ക് തരുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത മണിക്കൂറുകളോളം നീണ്ട ചർച്ചകൾ നടന്നു. ആ തീരുമാനങ്ങൾ പോലും യഥാർത്ഥത്തിൽ നടപ്പാക്കുന്നില്ല എന്ന ഒരു സ്ഥിതി കേരളത്തിലെ മിൽമ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ക്ഷമിക്കാൻ നിർവാഹമില്ല എന്ന ഒരു സ്ഥിതി. ഈ മിൽമയിലെ സംയുക്തമായി കൊടുത്ത ഒരു നോട്ടീസിനെ പോലും കാര്യഗൗരവമായി പരിഗണിക്കാതെ മിൽമയുടെ മാനേജ്മെൻറ്റിൻ്റെ അക്ഷന്തവ്യമായ കുറ്റവും അവരുടെ പിടിപ്പുകേടുമാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് ഈ ജീവനക്കാർ പോകേണ്ടതായ സാഹചര്യം വരുന്നത്. ഈ സമരം അനിശ്ചിതകാല പണിമുടക്ക് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതിന് ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഒരു ഗത്യന്തരവുമില്ലാതെയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു സമരത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് പോയത്. എല്ലാ വിഭാഗം ആളുകൾക്കും ഇതുമൂലമുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും സദയം ക്ഷമിക്കണം. ഇത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പോരാട്ടങ്ങളിൽ, അവകാശ സമരങ്ങളിൽ നിർണായകമായ ഒരു നിലപാടാണ് മിൽമയിലെ CIT യൂണിയൻ, AITUC യൂണിയനും INTUC യൂണിയനും സംയുക്തമായി 3 യൂണിയനുകളേ ഉള്ളൂ. ഇവിടെ 13 ദിവസം കഴിഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ട് 14-ാമത്തെ ദിവസമാണ് ഇന്ന്. ഒരു ചർച്ച വിളിക്കുവാൻ മാനേജ്മെൻറ്റ് തയ്യാറായില്ല. മാനേജ്മെൻറ്റ് ലേബർ വകുപ്പുമായി ബന്ധപ്പെട്ട് ലേബർ കമ്മീഷണറെ കൊണ്ടൊരു ചർച്ച വിളിപ്പിക്കുവാൻ തയ്യാറായില്ല. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് ഗവൺമെൻറ്റും ഈ മിൽമയും ഈ സമരം ബോധപൂർവം ക്ഷണിച്ചു വരുത്തുന്ന സമരമാണ്. ഇന്ന് സർക്കാർ ഇത് അംഗീകരിച്ചാൽ മതി. അത് അംഗീകരിപ്പിക്കണമെങ്കിൽ ഈ മിൽമയുടെ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കണ്ടേ? മിൽമയുടെ എന്തെങ്കിലും പ്രതിസന്ധി കാണും, അത് തരണം ചെയ്യാൻ തൊഴിലാളി സമരത്തിൻ്റെ പേരിലാണ് എന്ന് കെട്ടിവെച്ച് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുള്ള മിൽമ മാനേജ്മെൻറ്റിൻ്റെ കുൽസിത ശ്രമമാണ് ഈ സമരം ക്ഷണിച്ചു വരുത്തുന്നത് എന്ന് വളരെ ഗൗരവമുള്ള ആരോപണം. 13 മാസം മുമ്പ് ശമ്പള പരിഷ്കരണം സംബന്ധിച്ച കരാർ ഒപ്പിട്ടിരുന്നുവെങ്കിലും അത് നടപ്പാക്കിയില്ല എന്ന് നേതാക്കൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ മിൽമ മാനേജ്മെൻറ്റിൻ്റെ ഉദാസീനത തുടരുകയാണ്. കരാറിന് ധനകാര്യ വകുപ്പിൻ്റെ അംഗീകാരം കിട്ടിയില്ലെന്നാണ് പറയുന്നത്. 5 വർഷത്തേക്കാണ് കരാർ നടപ്പാക്കേണ്ടത്. മാനേജ്മെൻറ്റിന് ഈ വിഷയത്തെക്കുറിച്ച് നോട്ടീസ് നൽകിയിട്ട് 14 ദിവസം കഴിഞ്ഞിട്ടും ഡയറക്ടർ ബോർഡ് വിളിച്ച് ചർച്ച ചെയ്തില്ല എന്നാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞത്. INTUC നേതാവ് R ചന്ദ്രശേഖരൻ, AITUC നേതാവ് അഡ്വക്കേറ്റ് V മോഹൻദാസ്, CITU നേതാവ് AB സാബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.